Okay, dear students, after the activities for developing different types of physical fitness and components of fitness, we will switch over to next topic, physical inactivity and hypokinetic diseases. Physical inactivity and hypokinetic diseases. Physical inactivity എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് അല്ലാതായിരിക്കുന്ന അവസ്ഥ. ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോ എന്ന് വെച്ചാൽ കുറവ് അല്ലെങ്കിൽ തീരെ ഇല്ല എന്നർത്ഥം. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്സ് ആണ്. അപ്പോൾ മൂവ്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥ, ഡിസീസസ്. ഇതാണ് ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് ആർ കണ്ടീഷൻസ് ദാറ്റ് അക്കോർ ഫ്രം എ സെഡന്ററി ലൈഫ് സ്റ്റൈൽ. സെഡന്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടുള്ള ചലനങ്ങളും ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന അവസ്ഥക്കാണ് സെഡന്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുക. എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജോലികൾ മിക്കതും പഴയകാലത്ത് കാർഷിക വൃത്തിയൊക്കെ ആയിരുന്നു. ഒരുപാട് ഫിസിക്കൽ ലേബറൊക്കെ നമുക്ക് കിട്ടിയിരുന്ന, സഞ്ചാരമൊക്കെ നടന്നിട്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇപ്പം എല്ലാവരും ഇരുന്നിട്ടൊക്കെ ജോലി ചെയ്യുന്ന തരത്തിലുള്ള അവസ്ഥയാണ്. അപ്പം അതൊരു സെഡന്ററി ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറ്റാനായിട്ട് നമുക്ക് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എക്സസൈസ് നമ്മുടെ റൊട്ടീനിന്റെ ഭാഗമായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരുന്നത് ഈ ലൈഫ് സ്റ്റൈലിൽ ഈ സെഡന്ററി ഹാബിറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. ഹൈപ്പോ മീൻസ് ലെസ് ആൻഡ് കൈനറ്റിക് മീൻസ് മൂവ്മെന്റ്. സോ ലെസ് മൂവ്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു വെഹിക്കിൾ നമ്മൾ ഷെഡിൽ കുറെ കാലം നിർത്തിയിട്ടാൽ അതിന് എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് വരുമോ എന്ന് പറഞ്ഞ പോലെ ഹ്യൂമൻ ബോഡിയും ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് ഫോർ മൂവ്മെന്റ്സ്. അപ്പോൾ മൂവ്മെന്റ്സ് ഇല്ലാതായിരിക്കുന്ന അവസ്ഥ, അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളും രോഗങ്ങളുമാണ് നമ്മൾ ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ട് ഒബിസിറ്റി, കോംപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഹാർട്ട് ഡിസീസസ്, നമ്മുടെ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഹൈപ്പർ ടെൻഷൻ, ഹൈ ബി പി, അതിന്റെ ഭാഗമായിട്ട് ഹെമറേജസ് ഉണ്ടാവുക, പാരാലിസിസ് വരിക, ബ്രെയിനിൽ രക്തക്കൊഴലുകൾ പൊട്ടുക എന്നൊക്കെയുള്ള അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പാർഷ്യൽ പാരാലിസിസ് അല്ലെ ഫുൾ പാരാലിസിസ് ഒക്കെ ആയിട്ട് പോവുക, സ്ട്രോക്ക് വരിക, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ബാക്ക് പ്രോബ്ലം, എസ്പെഷ്യലി ലോ ബാക്ക് പെയിൻ, ലൂംബാർ റീജിയനിലൊക്കെയുള്ള ബാക്ക് പെയിൻ കാരണം ഒരുപാട് ആളുകൾ ചികിത്സയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒബിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പൊണ്ണത്തടി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വേറെ ഉണ്ടാവും. അതുപോലെ ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് എസ്പെഷ്യലി നമ്മളിവിടെ പറയുന്നത്. അതുപോലെ ഓസ്റ്റിയോപൊറോസിസ്, നമ്മുടെ അസ്ഥികളിൽ ഉണ്ടാകുന്ന ബലക്കുറവ്, തേയ്മാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത്രയാണ് പ്രധാനമായിട്ടും വരുന്ന ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് കാർഡിയോവാസ്കുലർ ഡിസീസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് കില്ലർ ആൻഡ് ഫസ്റ്റ് സിംറ്റംസ് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ് ആർ എൻ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് കോസ്ഡ് ബൈ ഫിസിക്കൽ എക്സർസൈസ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഓടുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുക, അതാണ് ഇതിന്റെ ഫസ്റ്റ് ലക്ഷണം എന്ന് എപ്പോഴും പറയുന്നത്. നമ്മൾ അറിയാം, ഇഷ്ടംപോലെ ആളുകൾ ഇപ്പം ഈ ഫുട്ബോൾ ടർഫ് ഫീൽഡ് അല്ലെ ബാഡ്മിന്റൺ ഒക്കെ കളിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കേസസ് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ റെഗുലർ ആയിട്ട് ആക്ടിവിറ്റീസ് ഇല്ലാതെ പെട്ടെന്നൊക്കെ ഇറങ്ങി ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. Coronary thrombosis or heart attack is sudden severe blockage on one of the coronary arteries. Coronary arteriesലേക്കുള്ള ബ്ലഡ് സപ്ലൈ തടസ്സപ്പെടുന്ന അവസ്ഥക്കാണ് സിവിയർ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അതിൽ നല്ലൊരു ശതമാനം ആളുകളും മരിച്ചു പോകാനാണ് സാധ്യത. ഇറ്റ് ഈസ് മേ ബി സിവിയർ ഓർ മൈൽഡ് ആയിട്ടുള്ളത് വരാം. മൈൽഡ് ആയിട്ടുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്കേജ് മാറ്റാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ മെഡിക്കൽ ഇതിൽ പ്രധാനമായിട്ട് ആൻജിയോഗ്രാം ചെയ്യുക, അത് കഴിഞ്ഞ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴികളെന്ന് പറഞ്ഞാൽ മെയിൻ തിങ് ഇസ് കൺട്രോൾ യുവർ ബോഡി വെയിറ്റ്. ഡു നോട്ട് സ്മോക്ക്, ഡു നോട്ട് ഡ്രിങ്ക് ടു മച്ച് ഓഫ് ആൽക്കഹോൾ, റെഡ്യൂസ് യുവർ സാൾട്ട് ഇൻടേക്ക് ആൻഡ് റിലാക്സ് ആൻഡ് ടേക്ക് റെഗുലർ എക്സസൈസസ്. ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്തി ഹാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ വീക്കിലി അറ്റ്ലീസ്റ്റ് ഒരു 5-6 ഡേയ്സ് ചെയ്യുക. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 30 to 1 hour എങ്കിലും കിട്ടുന്ന രീതിയിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുക. അതിലും എയറോബിക് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള കാര്യങ്ങൾ. ഡയറ്റ് കൺട്രോൾ ചെയ്യുക, നമ്മൾ സോൾട്ട് അല്ലെങ്കിൽ ഉപ്പ് കുറയ്ക്കുക, സോഡിയം കുറയ്ക്കുക, ആൽക്കഹോൾ കുറയ്ക്കുക, സ്മോക്ക് ചെയ്യാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. നെക്സ്റ്റ് ആണ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ഇതിന് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഒരു 140 mmHg അതിന്റെ മുകളിലേക്കോ, ഡയസ്റ്റോളിക് പ്രഷർ 90 mmHg അതിന്റെ മുകളിലേക്കോ പോകുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുക. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് റെഗുലറായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹെമറേജ്, ഏതെങ്കിലും തരത്തിൽ ബ്രെയിനിലൊക്കെ വെസൽസ് ഒക്കെ പൊട്ടി അവിടെ ബ്ലഡ് ക്ലോട്ടായി
അത് ആ ഭാഗത്തെ ഡാമേജ് ചെയ്യുകയും ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശരീരത്തിൻ്റെ ഏത് ഭാഗമാണോ അത് പ്രവർത്തിക്കാതാവുക. അതിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. പാരാലിസിസിലേക്കൊക്കെ പോകാം. വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ഇതിന് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യുക. അതിൽ പിന്നെ മൈൽഡായിട്ടുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ ഫോളോ നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് പാക്കേജ് ലൈക്ക് ഡയറ്ററി, വെയിറ്റ് കൺട്രോൾ ആൻഡ് റെക്കമെൻഡ് എക്സസൈസ് പ്രോഗ്രാം. ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി മൈൽഡായിട്ടുള്ള ഹൈപ്പർ ടെൻഷനൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഡയറ്ററി കൺട്രോൾ, വെയിറ്റ് കൺട്രോൾ, റെക്കമെൻഡ് എക്സസൈസ് പ്രോഗ്രാം തുടങ്ങിയ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാം. ഡയറ്ററി ചേഞ്ചസ് ഇൻക്ലൂഡ്സ് റിഡക്ഷൻ ഓഫ് സോഡിയം ഇൻടേക്ക്. ഒബിസിറ്റി ഈസ് ലിങ്ക്ഡ് ടു ഹൈപ്പർ ടെൻഷൻ. എപ്പോഴും ഹൈപ്പർ ടെൻഷനും ഒബിസിറ്റിയും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. സോഡിയം ഇൻടേക്ക് കുറക്കുക ഡയറ്റിലൊക്കെ. പാർട്ടിസിപ്പേഷൻ ഇൻ എൻ എൻഡുറൻസ് എക്സസൈസ് പ്രോഗ്രാം ഹാസ് ബീൻ ഷോൺ എ സിസ്റ്റമാറ്റിക് ഡിക്രീസ് ഇൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷേഴ്സ് അറൌണ്ട് 10 mmHg. 10 mmHg വരെ നമുക്ക് എൻഡുറൻസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, സൈക്ലിംഗ്, കണ്ടിന്യൂസ് ജോഗിങ്, കണ്ടിന്യൂസ് വാക്കിംഗ്, സ്വിമ്മിങ്, അങ്ങനെയൊക്കെയുള്ള എൻഡുറൻസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിൽ, എയറോബിക് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ റെഗുലറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് 10 mmHg വരെ നമുക്ക് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ഒരേപോലെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിട്ട് സ്റ്റഡീസ് ഉണ്ട്. നെക്സ്റ്റ് ബാക്ക് പ്രോബ്ലംസ്. ബാക്ക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണപ്പെടുന്ന ഒരു ഹൈപ്പോകോണ്ടൈറ്റിസ് ഡിസീസാണ്. നമ്മൾ സിമ്പിളായിട്ട് മലയാളത്തിൽ നടുവേദന എന്ന് പറയും. അത് അപ്പർ പാർട്ടല്ല, ഈ സെർവിക്കൽ ഭാഗത്തല്ല, താഴെ ഭാഗത്ത് വരുന്നതാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട്. അതും വളരെ എക്സസൈസുകളില്ലായ്മ, ഇരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെ തെറ്റായ സീറ്റിംഗ് ഹാബിറ്റ്സ്, തുടർച്ചയായിട്ട് അങ്ങനെ വരുന്ന അതുകൊണ്ടുള്ള മൂവ് ചെയ്യേണ്ട ഹ്യൂമൻ ബോഡി മൂവ് ചെയ്യാതെ ഒറ്റയിലിരുന്ന് ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നൊരവസ്ഥ, അത്തരം അവസ്ഥകളിലൂടെ കടന്ന് കുറേ കാലം പോകുമ്പോൾ വരുന്ന അസുഖങ്ങളാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇതിന്റെ നമ്മുടെ വെർട്ടിബ്രാസ് ആണ് ബോണി സ്പൈനിന്റെ മെയിൻ സാധനം. അതിനകത്തൂടെയാണ് സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ബോണി ഫ്രെയിംവർക്ക്, അതുപോലെ അതിനിടയിലുള്ള ഡിസ്കുകൾ, ഇതിന്റെ കംപ്ലയിൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രൊലാക്സ്ഡ് ഡിസ്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഡിസ്ക് പുറത്തേക്ക് തള്ളി വരിക, അതിന്റെ ഭാഗമായിട്ട് സ്പൈനൽ കോഡിന് പ്രഷർ വരിക, അതിന്റെ കൺട്രോളിംഗ് ഭാഗത്ത് തുടക്കത്തിൽ ചെറിയ തരിപ്പൊക്കെ ആയിട്ട് വന്ന് അവസാനം അത് പാരാലിസിസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഇത് പ്രധാനമായിട്ട് കാണുന്നത് ഈ വെർട്ടിബ്രാസിന്റെ ബോണി പ്രോബ്ലംസ് വരാം, ഡിസ്കിന്റെ പ്രോബ്ലം വരാം, അതുപോലെ ലിഗമെന്റ്സ് അറൌണ്ട് ദ സ്പൈനൽ ഡിസ്കും സ്ട്രേറ്റ് ആയിട്ട് നിർത്തുന്ന ലിഗമെന്റ്സിന്റെ കംപ്ലൈന്റ് കൊണ്ടുവരാം, സ്പൈനൽ കോഡിന്റെ നെർവ്സിന്റെയും കംപ്ലൈന്റ് കൊണ്ടുവരാം. ദെൻ ഡിസ്പ്രപ്പോർഷൻ ഓഫ് മസിൽസ് ഇൻ ദ ലോ ബാക്കിലുള്ള മസിൽസിന്റെ പ്രൊപ്പോർഷൻ ഡിഫറൻസ് കൊണ്ടുവരാം, മസിൽസിന്റെ ഡാമേജ് കൊണ്ടുവരാം. ഇന്റേണൽ ഓർഗൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതും ബാക്ക് പെയിനിലേക്ക് മാറാനുള്ള, എസ്പെഷ്യലി പ്രോസ്ട്രേറ്റ് ഇൻ മെൻ, അതുപോലെ യൂറിനൽ ബ്ലാഡർ തുടങ്ങിയിട്ടുള്ള അബ്ഡോമിനൽ കാവിറ്റിക്ക് അകത്തുള്ള ഓർഗൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് എന്താ പറയുക ലോ ബാക്ക് പെയിനിലേക്ക് നമ്മളെ നയിക്കാം. Important structures of the low back can be related to symptoms in this region include the bony lumbar spine, discs between the vertebrae, ligaments around the spine and disc, spinal cord and nerves, muscles of the low back, internal organs of the pelvic and abdomen region. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ലോ ബാക്ക്. എസ്പെഷ്യലി നമ്മൾ തുടർച്ചയായിട്ട് ഇരുന്ന് ജോലി ചെയ്യുക, തുടർച്ചയായിട്ട് യാത്ര ചെയ്യുക, എസ്പെഷ്യലി ഇൻ ബൈക്സ് ആൻഡ് ഓൾ, അതുപോലെ വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും നമ്മൾ നീ ബെൻഡ് ചെയ്യാതെ റെഗുലറായിട്ട് വെയിറ്റ് എടുക്കുക, അതൊക്കെ ബാക്ക് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കും. റെഗുലർ എക്സസൈസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മസിൽ ടോൺ എന്ന് പറയും, നമ്മുടെ മസിൽസിനൊക്കെ ബോഡിയൊക്കെ കറക്റ്റായിട്ട് നിർത്താനുള്ള ടൈപ്പ് ഓഫ് മസിൽസൊക്കെ മിനിമം സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അതൊക്കെ റെഗുലർ എക്സസൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. അതില്ലാണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ പതുക്കെ അത് ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്ന അസുഖത്തിലേക്ക് നമുക്ക് മാറാം. ദ മെയിൻ തിങ് ഇസ് കൺട്രോൾ യുവർ ബോഡി വെയിറ്റ് കൂടാതെ എപ്പോഴും ഐഡിയൽ ബോഡി വെയിറ്റ് കീപ്പ് ചെയ്ത് പോവുക. ദെൻ റിലാക്സ് ആൻഡ് ടേക്ക് റെഗുലർ എക്സസൈസ്. ഇതാണ് ലോ ബാക്ക് പെയിൻ പ്രധാനമായിട്ട് നമുക്ക് പ്രിവെന്റീവ് മെഷറായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ കംസ് ഒബിസിറ്റി. ഒബിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഓവർ വെയിറ്റ് ആണ്. BMI 30ക്ക് മുകളിലേക്ക് പോകുന്ന ആളുകൾക്കാണ് നമ്മൾ സാധാരണ ഒബീസ് എന്ന് പറയുക. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഡയബറ്റിക്സ് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാം. Overweight and obesity are both labels of ranges of weight that are greater than what is generally considered healthy for a given height. ഒരാൾക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഇത്ര വെയിറ്റ് ഉണ്ട് എന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ BMI എന്ന് പറയുക, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പം ആ ഒരു റേഞ്ചിനകത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബിസിറ്റി ആണെന്ന് പറയാം. അതിന് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് പിന്നാലെ വരും. The terms also identify ranges of weight that have been shown to increase the likelihood of certain diseases and other health problems. സ്വാഭാവികമായിട്ടും ഒബീസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൾണറബിൾ ആവും. നമ്മൾ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളിലേക്കും, ഡയബറ്റിക്സ്, ഹൈ BP, ഹൈപ്പർ ടെൻഷൻ തുടങ്ങി കണ്ടമാനം അസുഖങ്ങളിലേക്ക് നമുക്ക് പോകാനുള്ള, ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് പോകാനുള്ള
chances ഉണ്ട്. For adults, overweight and obesity ranges are determined by using weight and height to calculate a number called the body mass index. ഇതിന്റെ calculations നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. BMI is used because for most people it correlates with their amount of body fat. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫാറ്റ് മെഷർ ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ അല്ല BMI എങ്കിൽ പോലും ഡയറക്റ്റ് ആയിട്ട് ഫാറ്റ് മെഷർ ചെയ്യുന്ന കാൽക്കുലേഷൻസിന്റെ റിസൾട്ടുമായിട്ട് വളരെ ചേർന്ന് പോകുന്നുള്ളത് കൊണ്ട് തന്നെ BMIനെ നമുക്ക് ഒരു റൈറ്റ് മെഷർ ഓഫ് ഫാറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒബിസിറ്റിയുടെ ഒരു മെഷർമെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒബിസിറ്റി വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് കൺട്രോൾ ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, കലോറിക് ഇൻടേക്ക് കൺട്രോൾ ചെയ്യുക, ആ തരത്തിലുള്ള ഫുഡുകൾ നോക്കിയിട്ട് കഴിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ദെൻ കംസ് അനദർ വൺ ഡയബറ്റീസ്. ഡയബറ്റീസ് എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ കൺട്രോളിലല്ലാതിരിക്കുന്നത്, എപ്പോഴും ഹൈ ആയി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് പറയുക. ഡയബറ്റീസ് കോസസ് ബ്ലൈൻഡ്നെസ്, ഇതിന് കാഴ്ചശക്തി നശിപ്പിക്കാം, കിഡ്നി നശിപ്പിക്കാം, ഹാർട്ടിനെ ഡിസീസ് ആക്കാം, സ്ട്രോക്ക് വരുത്താം, പെരിഫറൽ വാസ്കുലർ ഡിസീസ്, ഇങ്ങനെ നമ്മുടെ കയ്യിലും കാലിലൊക്കെയുള്ള പ്രത്യേകിച്ച് കാലുകളിലൊക്കെയുള്ള അവിടെയുള്ള ബ്ലഡ് വെസൽസിനെയൊക്കെ കേടാക്കി ആ ഭാഗത്തൊക്കെ ഏതാണ്ട് നിർജ്ജീവമാക്കി അതിനെയൊക്കെ കട്ട് ചെയ്ത് കളയുന്നത്, ആംബിറ്റേഷൻ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. ഡയബറ്റീസ് മലേറ്റീസ് എന്നൊക്കെ പറയും. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് 1 ഡയബറ്റിക്സ് ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 is diabetes caused by the lack of insulin. ഇൻസുലിൻ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥ, ലാക്ക് ഓഫ് ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ കൂടുന്നൊരവസ്ഥ, അതിനാണ് ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റിക്സ് മീൻസ് റെസിസ്റ്റൻസ് ഇൻസുലിനാണ്. ഇൻസുലിന്റെ പ്രസൻസ് ഉണ്ടാവും, പക്ഷേ അതിനോട് ബോഡി തന്നെ റെസിസ്റ്റൻസ് കാണിക്കുന്ന ഒരു അവസ്ഥ. ഇതിൽ ടൈപ്പ് 2 ഡയബറ്റിക്സ് ആണ് നമുക്ക് സെഡൻഡറി ഹാബിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഹൈപ്പോകാലിക് ഡിസീസിന്റെ ഇതിലേക്ക് വരുത്താനായിട്ട് നമുക്ക് എപ്പോഴും കൂട്ടാനായിട്ട് പറ്റുക. ടൈപ്പ് 1 മിക്കവാറും പാരമ്പര്യമായിട്ടൊക്കെ വരുന്ന തരത്തിലുള്ള, പക്ഷെ അതിനെപ്പോലും നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നീട്ടിക്കൊണ്ട് പോകാൻ റെഗുലർ എക്സസൈസും കാര്യങ്ങളും സാധനങ്ങളും ഡയറ്റ് കൺട്രോളും കൊണ്ട് സാധിക്കും. ടൈപ്പ് 1 ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് ഒക്കെ പ്രൈമർലി ഇൻ യങ് പേഴ്സൺസ്, കുറച്ചുകൂടി ചെറുപ്പത്തിലുള്ള ആൾക്കാർക്കാണ് ടൈപ്പ് 1 കാണപ്പെടുക. To counter the pancreas lack of natural insulin is injected to maintain the blood glucose concentration with the normal levels. നമ്മൾ ആവശ്യത്തിനുള്ള ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുകയാണ് ഈ കേസിൽ ചെയ്യുന്നത്. Then type 2 diabetics, non-insulin dependent diabetes ആണ്. It occurs later in life and linked to obesity. Obesity ആയിട്ട് ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. Insulin is available but adequate amount but not effective in glucose conversion. ഗ്ലൂക്കോസിനെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിട്ട് ആ ഇൻസുലിന് പറ്റില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. So primary treatment of type 2 diabetes to include diet control and exercise to reduce body weight and to control blood glucose. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയും ഡയറ്റ് കൺട്രോൾ ചെയ്യുകയും ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ തരത്തിലുള്ള ഡയബറ്റീസിന് ആകെയുള്ള ഒരു മാർഗം. Then comes osteoporosis. Osteoporosis എന്ന് പറയുന്നത് നമ്മൾ ബോണിന്റെ കട്ടിയൊക്കെ കുറഞ്ഞു പോവുക, ബോണുകൾ വളരെ സോഫ്റ്റ് ആയി പോവുക, ഡിറ്റീരിയറേഷൻ ദ്രവിച്ചു പോവുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അവസ്ഥ ഒരു 30കളിലും 40കളിലും ഒക്കെയാണ് തുടങ്ങിയത് കാണുന്നത്. നമ്മൾക്ക് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ആൾക്കാരെ അറിയാം, ബാത്റൂമിലൊന്നും തെന്നി വീണ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ. അപ്പം അതൊക്കെ ഇതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന അസുഖം കാരണമാണ്. പ്രധാനമായിട്ടും ലേഡീസിനൊക്കെ ആഫ്റ്റർ മെനോപോസ് ആണ് ഈ സാധനം കാണാറ്. Prevention of osteoporosis begins early in life by providing adequate amount of calcium in the diet and regularly participating in exercise program. രണ്ട് മാർഗങ്ങളേ ഉള്ളൂ പ്രിവെന്റ് ചെയ്യാനായിട്ട്. കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഡയറ്റ്, എപ്പോഴും നമ്മൾ പാല്, മുട്ട തുടങ്ങിയിട്ടുള്ള കാര്യംസ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കഴിക്കുക. ദെൻ അഡിക്വേറ്റ് എക്സസൈസ് പ്രോഗ്രാംസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും ബോണിലൊക്കെ ഇഷ്ടംപോലെ ഇൻക്രീസ്ഡ് ഡിമാൻഡ്സ് ആയിരിക്കും നമ്മൾ റെഗുലർ ജോഗിങ് അതുപോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ പ്രോപ്പർ സർക്കുലേഷൻ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഓസ്റ്റിയോപൊറോസിസിന്റെ ചാൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. വെയിറ്റ് ബിയറിംഗ് ആക്ടിവിറ്റീസ് സച്ച് ആസ് വാക്കിംഗ്, ജോഗിങ് ആൻഡ് വെയിറ്റ് ട്രെയിനിങ് എസ്പെഷ്യലി ഹെൽപ്ഫുൾ. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിൽ ജോഗിങ് പെടും, വെയിറ്റ് ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഭാഗത്തുള്ള മസിൽസും ആ ഭാഗത്തുള്ള ബോൺസും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും. This type of exercise will maintain the tone of muscle and develop them to become stronger and thicker, of course. ഇത് കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാൽഷ്യം ഇൻടേക്കിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കാൽഷ്യത്തിൽ ഈ ഫോസ്ഫറസ് ഒക്കെ ബോഡി അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഒക്കർ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് വൈറ്റമിൻ ഡി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള വൈറ്റമിൻ ഡി ഉണ്ട്, ഒരു D3 എന്നൊക്കെ പറയുന്ന ടൈപ്സ് ഉണ്ട്. അത് സൺലൈറ്റിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. നമുക്ക് സൺ എക്സ്പോഷർ വേണം, അതുകൊണ്ട് കുറച്ചൊക്കെ വെയിൽ കൊള്ളുക എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് മാത്രമേ നമുക്ക് കാൽഷ്യം പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്ത് ബോണിലേക്ക് ബോഡി കൺവേർട്ട് ചെയ്തൊക്കെ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളുക എന്നുള്ളതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്.
ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പോകൈനറ്റിക് ഡിസീസിനെ പറ്റി പറയാനുള്ളത്. ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് അല്ലാണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ കാരണം. അതിന്റെ കാരണമായിട്ട് വരുന്ന അസുഖങ്ങളുടെ പേരാണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് കാർഡിയോവാസ്കുലർ